വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ വാപ്പ അബ്ദുൾ റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തും. സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ആദ്യം തേടുക. അതേസമയം ഉമ്മ ഷെമി മരണത്തെക്കുറിച്ച് മകനോട് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. എന്തായാലും അഫാന്റെ പിതാവ് നാട്ടിൽ എത്തിയ സ്ഥിതിക്ക് ഇനി പിതാവിന്റെ മൊഴി കൂടി ഏറെ നിർണായകമാകും. ഇത്തരത്തിൽ ഈ 65 ലക്ഷം രൂപയ്ക്ക് മേൽ കടമുണ്ടായത് എങ്ങനെയെന്നതൊക്കെയുള്ളത് പോലീസ് തിരക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ചുള്ള പ്രവൃത്തികളായിരിക്കും നടക്കുക. എന്തായാലും തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്? നിലവിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പിലേക്കാണ് പോലീസ് കടക്കുന്നത്. പോലീസിന്റെ ഇപ്പോൾ വരെയുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കൊലപാതകങ്ങൾ, ഈ കൂട്ടക്കൊലപാതകത്തിന്റെ പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അഫാൻ ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത കുടുംബത്തിലേക്ക് എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള മൊഴിയെടുപ്പാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിർണായകമായ മൊഴിയായിരിക്കും അഫാന്റെ അച്ഛന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അബ്ദുൾ റഹീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും പോലീസ് നിഗമനത്തിലേക്ക് എത്തി നിന്നിരുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൊലയിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള നിഗമനത്തിൽ പോലീസ് നിൽക്കുന്നു. അതിന് സമാനമായ ഒരു മൊഴിയാണ് അഫാന്റെ അച്ഛന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബാപ്പയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിന്റെ അന്വേഷണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അതേസമയം തന്നെ അഫാന്റെ ഉമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. അഫാന് നിലവിൽ പല ഘട്ടങ്ങളിലായി അഫാന്റെ മുന്നിൽ അഫാന്റെ ഉമ്മ തന്നെ ഈ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള മൊഴിയാണ് അഫാൻ പല ഘട്ടങ്ങളിലും പോലീസിന് നൽകിയത്. അത്തരത്തിലുള്ള മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലാണ് അഫാന്റെ ഉമ്മ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഒപ്പം മറ്റു നടപടിക്രമങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത് അഫാനെ ഇനി പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു തെളിവെടുപ്പിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡിന്റെ യോഗം, ആ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അതിലായിരിക്കും അന്തിമമായ തീരുമാനം. അഫാനെ ഇനി തെളിവെടുപ്പിനായി കൊണ്ടുപോകണ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനത്തിലേക്ക് പോലീസിനെ കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ തൊണ്ടി മുതൽ അല്ലെങ്കിൽ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അത് നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായാണ്. എന്തായിരുന്നാലും ഇന്ന് നിർണായകമാകുന്നത് അഫാന്റെ ബാപ്പയുടെ മൊഴിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ സാമ്പത്തിക പ്രശ്നമാണോ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസിന് ഇന്ന് അബ്ദുൾ റഹ്മാന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ എത്താൻ സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.